ഹായ് ഹലോ. ഹായ്. ചെന്താമരയെ കുറിച്ചാണ് ഇപ്പോൾ കേരളം മൊത്തം സംസാരിക്കുന്നത്. ആ കൊടിയ സൈക്കോനെ പുറത്തേക്ക് വിട്ട പോലീസുകാർ എന്ത് ചെയ്യണം? പോലീസുകാരുടെ മറുപടി ഞങ്ങൾക്ക് ഇനി ഇതിലൊന്നും ചെയ്യാനില്ല, ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്ന ആൾക്ക് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്ന നിസ്സഹായമായൊരു മറുപടിയാണ് പോലീസുകാർ നൽകിയിട്ടുള്ളത്. അതെന്ത് മറ്റേടത്ത മറുപടിയാണ്? ശരിക്കും പാവങ്ങളുടെ കണ്ണീരിനൊരു വിലയില്ല എന്നുള്ളതാണ് അഖില ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് കുട്ടി പറഞ്ഞത്. അഖില എന്ന് പറയുമ്പോൾ ഇപ്പൊ മരിച്ചില്ലേ, കൊല്ലപ്പെട്ട ആളുടെ മകള്, കൊല്ലപ്പെട്ട ആ കുട്ടിയുടെ അമ്മയും അച്ഛനും മുത്തശ്ശിയുമാണ് മരിച്ചത്. ആ കുട്ടിക്ക് ഇനി ആരുമില്ല, അനാഥയാണ് ആ കുട്ടി. ചെന്താമരയാൽ ഇത്രയും കൊല്ലപ്പെട്ടു. പോലീസ് അതിൽ ഒരു നടപടി എടുക്കുന്നില്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസുകാർ വരും, കൊണ്ടുപോകും, തിരിച്ച് നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്നാക്കും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രദേശവാസികളെല്ലാവരും ഇയാളുടെ ഈ ഒരു പ്രവൃത്തിക്കെതിരെ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരാരും അതിന് കാര്യമായിട്ട് എടുത്തിട്ടില്ല പോലീസുകാർ ഇതുവരെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് എത്രയും പെട്ടെന്നൊരു റിപ്പോർട്ട് നൽകണം എന്നുള്ളത് ഉന്നതമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിപ്പോ ഇത്രയും പേര് മരിച്ചല്ലോ, ഇനിയിപ്പോ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ലല്ലോ. ഇപ്പോ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ചെന്താമരയെ പോലുള്ള സൈക്കോകളെ അഴിഞ്ഞാടാൻ വിടുന്നതിൽ പോലീസ് തടിയൂരിന്ന് തന്നെയാണോ? ശരിക്കും തീർച്ചയായിട്ടും അത് തന്നെയാണ്. പോലീസിന്റെ അനാസ്ഥ കാരണം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട്. ആദ്യം ഒരു കൊലപാതകം നടന്നിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാതെ ഇവർ പിന്നെയും എന്തുകൊണ്ട് അയാളെ, ഇത്രയും സൈക്കോ ആയിട്ടുള്ള ഒരാളെ എന്തുകൊണ്ട് പോലീസ് 5 വർഷം മാത്രം ശിക്ഷ കൊടുത്തിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് അയച്ചു? എന്ത് വിശ്വസിച്ചാണ് ആ കുടുംബം ജീവിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അതായത് അയാളുടെ മാനസികാരോഗ്യം ഒന്നും കണക്കിലെടുക്കാതെ അയാളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്നും ഇവര് ശ്രദ്ധിച്ചില്ല. അങ്ങനെ കുറെ ചോദ്യങ്ങളാണ് വരുന്നത്. നാട്ടുകാർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ആളൊരു സൈക്കോ ആണെന്നുള്ളത്. ആളുടെ വീട് നേരെ ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇട്ട് ആളുടെ വീടിന് മുമ്പിലൂടെ ഒന്ന് പോകാനോ പോലും പറ്റില്ല. അയാൾ അപ്പോഴും അക്രമാസക്തമായിട്ട് ബിഹേവ് ചെയ്യുമെന്നാണ് പറയുന്നത് നാട്ടുകാർ. അത്രയും ഒരു സൈക്കോ ആയിട്ടുള്ള ആളെ എന്ത് വിശ്വസിച്ചാണ് പോലീസ് സമൂഹത്തിലേക്ക് ഇത്രയും കൂളായിട്ട് ഇറക്കി വിട്ടത്? അതൊരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ചെന്താമരയെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ചെന്താമര എന്ന് പറയുന്നത് ഒരു സൈക്കോ തന്നെയാണ് ശരിക്കും. ഇത്തരത്തിലുള്ള ആൾക്കാരെ വേണ്ട നടപടികൾ എടുത്ത് നല്ലൊരു ശിക്ഷ കൊടുത്ത് അയാളുടെ മാനസികാരോഗ്യം കൂടെ കണക്കിലെടുത്തിട്ട് വേണം പുറത്തോട്ട് പറഞ്ഞു വിടാൻ. കാരണം ഈ ജ്യോതിഷി പറയുന്നത് പോലെ ജീവിക്കുന്ന ഒരു സൈക്കോ ശരിക്കും മന്ത്രവാദങ്ങളും അതുപോലെ ജ്യോത്സ്യൻ പറയുന്നത് മാത്രം കേട്ടിട്ടാണ് ഇയാൾ ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്തത്. 1, 2 അല്ല 3 എണ്ണാണ് ചെയ്തത്. അതും ചെറിയൊരു കാര്യം വെച്ചിട്ട് ആളുടെ ഭാര്യ പടങ്ങിപ്പോയി എന്നുള്ളൊരു വിഷയം എടുത്തിട്ട് അതിന് കാരണം ജ്യോത്സ്യൻ പറഞ്ഞ മറുപടി ഉണ്ട്. നീളം മുടിയുള്ള അയൽവാസി, ആ കുടുംബമാണ് ഇതിനൊരു കാരണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് ശരിക്കും പറഞ്ഞ ആ വീട്ടിലെ അവരുടെ ഭാര്യയും മകളും ഇറങ്ങിപ്പോയത്. അദ്ദേഹത്തിന്റെ സൈക്കോ ആയിട്ടുള്ള ബിഹേവിയർ സഹിക്കാൻ പറ്റാതെ അതിലും അടുത്തിട്ടാണ് അവർ പോയത്. പക്ഷെ ജ്യോത്സ്യൻ പറഞ്ഞ കാരണങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇദ്ദേഹം ഇവരെ നിരന്തരം സ്കെച്ച് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ചെന്താമരയെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിച്ച ജ്യോത്സ്യനെ അറസ്റ്റ് ചെയ്തോ? അത് ഇല്ല, ചെയ്തിട്ടില്ല. ആദ്യം നടപടി എടുക്കേണ്ടത് ഇത്തരം ജ്യോത്സ്യന്മാരെയാണ് ആദ്യം നമ്മൾ സമൂഹത്തിൽ നിന്ന് ആദ്യം തുടച്ചു മാറ്റേണ്ടത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ഇവരൊക്കെ. ഇതിന്റെ ഒരു കപടമായിട്ടുള്ള ഒരു എന്താ പറയുക, അതിന് പുറകിൽ ഒരു കപടത്തരം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആദ്യം ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടത്. എന്നാലും സമൂഹത്തിന് നല്ല വരുള്ളൂ. അപ്പൊ ചെന്താമരയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അയാളെ കൊണ്ട് ഇത്രത്തോളം നിഷ്ഠൂരമായിട്ടുള്ള കൊലകൾ ചെയ്യിച്ച ആ ജ്യോത്സ്യൻ, അയാൾക്കെതിരെ എന്ത് നടപടി വേണമെന്നാണ് തോന്നുന്നത്? ശരിക്കും ജ്യോത്സ്യനാണ് ഇതിനൊരു കാരണക്കാരൻ. ആളെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ പ്രതി ചേർക്കേണ്ടത്. 1ാം പ്രതിയായിട്ട് ശരിക്കും ആളെയാണ് ശരിക്കും പറഞ്ഞാൽ ചേർക്കേണ്ടത്. ആ ഒരൊറ്റ ആളുടെ കാര്യത്തിലാണ്, ആ ഒറ്റ ആളുടെ വാക്കിനെ വിശ്വസിച്ചാണ് ഇയാൾ ഇതിനെ പുറപ്പെട്ടത്. തീർച്ചയായിട്ടും അയാൾക്ക് വേണമെങ്കിൽ സമൂഹത്തിൽ നല്ലത് വരുത്താൻ വേണ്ടി ഇയാളെ മോട്ടിവേറ്റ് ചെയ്യാം. ചെയ്യാമായിരുന്നു. അയാൾ പറയുന്ന എല്ലാം കേൾക്കുന്ന ഒരു സൈക്കോയാണ് ചെന്താമര. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരാള് ചെന്താമര എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ മന്ത്രവാദത്തിന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവാക്കാൻ തയ്യാറാണ്. അതിപ്പോൾ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അദ്ദേഹം ഇത് തയ്യാറാണ്. അതായിരിക്കും ചിലപ്പോൾ ഈ ജ്യോത്സ്യൻ മുതലെടുത്തിട്ടുണ്ടാവുക. പക്ഷെ അത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അയാൾക്ക് ചെന്താമര നേർവഴിക്ക് നടത്താമായിരുന്നല്ലോ. പക്ഷെ അത് ചെയ്തില്ല. പക്ഷെ അതിലൊരു പ്രതി കൂടെയാണ് ഇദ്ദേഹം. ഈ ജ്യോത്സ്യൻ എന്ന് പറയുന്ന ആൾക്ക് നല്ലൊരു പങ്കുണ്ട്. തീർച്ചയായും. അപ്പൊ ഈ ചെന്താമര വിശ്വസിച്ചിരുന്ന ഈ മന്ത്രവാദം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ചെന്താമരയെ പോലുള്ള ആൾക്കാരും ഒക്കെ ഇപ്പോഴും സമൂഹത്തിൽ ഒരുപാട് ഉണ്ടാവില്ലേ? ഇയാളൊക്കെ എത്ര പേര് ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മളെ ശരിക്കും പേടിപ്പിക്കുന്നതല്ലേ? ശരിക്കും നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് വീട്ടില് താമസിക്കാന്ന് ഇത്രയൊക്കെ കേട്ടിട്ടും
പോലീസിന്റെ നടപടിയൊക്കെ കണ്ടിട്ടും ഇനിയും പോലീസിലൊക്കെ വിശ്വാസം ഉണ്ടോ? നമ്മുടെ സിസ്റ്റത്തോടൊക്കെ ഒരു വിശ്വാസം ഉണ്ടോ ഇനി? അത് തന്നെ അഖില ഇന്നലെ പറഞ്ഞ വാക്കുകൾ തന്നെ എനിക്കും പറയാനുള്ളത്. പാവപ്പെട്ട ആൾക്കാരുടെ കണ്ണീരിന് വില നിൽക്കാത്ത പോലീസുകാരെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? അവരുടെ അനാസ്ഥയാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത്. തീർച്ചയായും പോലീസിന് ഒരു പങ്കുണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും. അപ്പൊ ഇനി പോലീസ് സിസ്റ്റം ഒക്കെ കുറച്ചും കൂടി കാര്യഗൗരവത്തില് ശരിയാ അല്ലെ, കാര്യഗൗരവത്തിൽ മുന്നോട്ട് പോട്ടെ, എന്നിട്ട് ആളുകളുടെ ഈ പേടിയൊക്കെ മാറ്റട്ടെ. നിസ്സാരമായിട്ട് ഏതൊരു കേസിനെ നിസ്സാരമായി കാണാതെ അതിന്റെ ഗൗരവത്തോടു കൂടി സമീപിക്കട്ടെ പോലീസ്. ഇനി പാലക്കാട് നെന്മാറയിൽ ഇന്നലെ 2 കൊലപാതകങ്ങൾ നടന്നു. അതിനു മുമ്പ് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഇന്നലെ 2 റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ജോൽസിന്റെ വാക്ക് കേട്ടിട്ടാണ് അദ്ദേഹം ആ കൊലപാതകങ്ങൾ ഒക്കെ ചെയ്തത്. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് അന്ധവിശ്വാസമൊക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പേരിൽ വീണ്ടും വീണ്ടും ജീവൻ പോകുന്നതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഈ അന്ധവിശ്വാസത്തിനപ്പുറം വ്യക്തിവൈരാഗ്യവും ഇല്ലെങ്കിൽ ആളുടെ ഒരു മാനസിക വിഭ്രാന്തി മൂലമാണ് ബാക്കി 2 ജീവനുകളും പൊലിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ആദ്യത്തെ കൊലപാതകം ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു ജോത്സ്യം പറഞ്ഞതിന്റെ പേരിലാണ് നടത്തിയത്. രണ്ടാമത് നടത്തിയിരിക്കുന്ന, അതായത് ഈ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന 2ഉം അയാളുടെ വ്യക്തിവൈരാഗ്യം ഇല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിരിക്കണം എന്നാണ് തോന്നുന്നത്. പക്ഷെ അതിനെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ കൊലപാതകം നടത്തി അതിന്റെ കേസുകളും കാര്യങ്ങളും നടന്നു പോകുന്ന സാഹചര്യത്തില് ജയിലിൽ നിന്ന് ഇറങ്ങിയ വ്യക്തിയാണ് അയാള്. അപ്പം അയാൾ ആ പഞ്ചായത്തിൽ തന്നെ ഭയങ്കര പ്രശ്നക്കാരനാണെന്നാണ് ആ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരാള് ഇനിയും കൊലപാതകം ചെയ്യാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു സമയത്ത് അയാൾ ആ നാട്ടിലോട്ട് വെറുതെ വിട്ടതും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം നമ്മളിപ്പോ നിയമം നടത്തുന്നുണ്ടെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് എന്താ പറയാ ജാമ്യം കിട്ടിയല്ല പരോള അദ്ദേഹം വന്നത്. എന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ 2 കൊലപാതകം നടത്തിയത്. അതായത് 5 വർഷം നടത്തിയ ഒരാളെ പുറത്തിറക്കി, അതായത് പരോളിന് പുറത്തിറക്കി എന്നുള്ള കാര്യം ന്യായമായ കാര്യം തന്നെയാണ്. പക്ഷെ അയാള് വീണ്ടും ഭീഷണി ഉയർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ നാട്ടിലൊരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാളെ വാച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ കുറെ പരിമിതികൾ, അയാൾക്ക് കുറച്ച് നിയമ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ടാണ് പരോൾ അനുവദിച്ചെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു പരിധി വരെ അത് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ആ 2 പേര് ഇപ്പൊ ജീവനോട് ഉണ്ടായേനെ. നാട്ടുകാർ ഒരുപാട് പരാതി കൊടുത്തിട്ടും പോലീസ് വേണ്ട നടപടികൾ എടുത്തില്ല എന്നുള്ളൊരു പരാതി നാട്ടുകാരിൽ നിന്നുണ്ട്. അത് ഈ കൊലപാതകത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവും? അതാണ് ഈ 2 കൊലപാതകങ്ങളെ മെയിനായിട്ടും ബാധിച്ചിട്ടുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. നാട്ടുകാർ ഒരു പരാതി കൊടുത്തിട്ടുമുണ്ട്, അത് പോലീസിനും അറിയാം ഇയാൾക്ക് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടെന്ന്. എന്നിട്ടും പോലീസ് അയാളെ അത്തരത്തിൽ വിട്ട് കഴിഞ്ഞത് കൊണ്ടാണ് ഈ 2 കൊലപാതകങ്ങൾ നടന്നത്. പോലീസ് തന്നെ അത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനി ഇതിലൊന്നും ചെയ്യാനില്ല, കാരണം കോടതി ശിക്ഷിച്ച ഒരാളാണ്, ഇതിൽ കൂടുതൽ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു എന്താ പറയാ കൈയൊഴിഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരുടെ ഭാഗത്ത്. അങ്ങനെയാണ് അത് ഇപ്പൊ കോടതി വിധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ല, ഒന്നും തീർന്നില്ല. അയാള് ജീവിച്ചിരിപ്പുണ്ട്, ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭീഷണിയെ തടയാനുള്ള ഉത്തരവാദിത്വം പോലീസുകാർക്കുണ്ട്. നിയമ സംരക്ഷകർ എന്ന് പറയുന്ന പോലീസിന് അപ്പുറം അവര് നിയമ പരിപാലകരാണല്ലോ. അപ്പം ആ നിയമം വിധിച്ചേക്കുന്നതിനെ സംരക്ഷിക്കേണ്ടതും അത് നടപ്പാക്കുന്നത് വരെ അയാളെ മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണെങ്കിലും പോലീസിനുണ്ട്. എന്നിട്ടും പോലീസ് അത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ 2 ജീവനോടെ പൊലിഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് തക്കതായിട്ടുള്ള ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ്. അതായത് നമ്മുടെ നിയമ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. നിയമം ഇതിലൂടെ കട്ടിയാകുന്നില്ലെങ്കിൽ പോലീസ് കൈയൊഴിഞ്ഞു, ആ ഒറ്റടിക്ക് കൈയൊഴിഞ്ഞു. ആ ഒരു കൈയൊഴിഞ്ഞതിന്റെ പേരിൽ തന്നെ ഇപ്പൊ 2 ജീവൻ ഇല്ലാതായത്. ഒരു പരിധിവരെ പോലീസ് അയാളെ മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ, ആ പഞ്ചായത്ത് കയറുന്നില്ല എന്നൊന്ന് ഉറപ്പ് വരുത്തിയിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ അയാൾക്ക് അതായത് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ 2 ജീവൻ ഇന്നും ഉണ്ടായേനെ. അവരുടെ മകള് അതിനകത്ത് പറയുന്നുണ്ട്, പാവപ്പെട്ടവരുടെ കണ്ണീരിന് വിലയില്ല, അല്ലെങ്കിൽ അത് കാണാതെ പോയത് പോലീസുകാരാണ്, അവരാണ് ഈ ജീവന് തീരെ വില കൊടുക്കാന്ന് എന്നുള്ളൊരു കാര്യം കൂടെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇച്ചിരി പൊളിറ്റിക്കലായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാള്, ഇല്ലെങ്കിൽ ഒരു വലിയ സിനിമ നടൻ, ഇല്ലെങ്കിൽ ഇച്ചിരി സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് ജീവന് ഭീഷണി ഉണ്ടെന്നുള്ളൊരു കോള് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പോലീസുകാരെടുക്കുന്ന പ്രിക്കോഷൻസ് എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ ബോംബ് വെച്ചു എന്നുള്ള ഒരു വ്യാജ കോള് വന്നാൽ മതി, കരിങ്കൊടി കാണിച്ചാൽ മതി, കറുത്ത മാസ്ക് ഇട്ടാൽ മതി, കറുത്ത ഷർട്ട് ഇട്ടാൽ മതി, ഫുള്ള് പിന്നെ സെക്യൂരിറ്റി സിസ്റ്റം ഭയങ്കര അലേർട്ടാണ്. ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഒരു ജീവൻ, 2 ജീവൻ ഇല്ലാതായിട്ടും ആ പെൺകുട്ടി പറഞ്ഞു എങ്കിൽ ഞാനും കൂടെ ഉള്ളു, എന്നെ കൂടെ കൊന്നോളാൻ വരെ പറയുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാധാരണക്കാരുടെ ജീവന് ഇപ്പോഴും ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാരിന്റെ മൊത്തത്തോടെ കുറ്റം പറയുന്നില്ല, അതായത് ഇപ്പോഴും ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. വലിയ ഹൈ ക്ലാസ്സിന് കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും.
ഈ ജോൾസിന് ഈ കൊലപാതകത്തിൽ എത്രമാത്രം പങ്കുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കണോ, എന്താണ് തീർച്ചയായിട്ടും അയാൾക്ക് ഉറപ്പായിട്ട് ശിക്ഷ ലഭിക്കണം. കാരണം ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ ഒരു വികാരത്തെ ചൂഷണം ചെയ്യുക എന്നുള്ളത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ജോൽസ് എന്ന് പറയാനേ പറ്റത്തില്ല. ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അന്ധവിശ്വാസത്തിന് മറിയ വേറെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാനും പാടില്ല. ഇത്തരത്തിൽ ചെയ്യുന്ന എല്ലാവർക്കും തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നീളൻ മുടിയുള്ള അയൽപക്കത്തെ സ്ത്രീയാണ് ഇവരുടെ കുടുംബ ബന്ധം തകർക്കാൻ കാരണമെന്ന് എടുത്തു പറയുന്നുണ്ട്. അതിന്റെ വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് ഇയാള് ഇത്രയും ക്രൂരമായ ഒരു 2-3 കൊലപാതകങ്ങൾ ചെയ്തത്. അതെ, ഈ ഇത്തരത്തില് നീളം മുടിയുള്ള ആളെന്ന് പറയുമ്പോ അപ്പൊ അയാളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ ചുറ്റുപാടും വേറെ ഏതെങ്കിലും നീളം മുടി ഉള്ളതെങ്കിൽ അവരെ എല്ലാം കൊല്ലേണ്ട ഒരു സാഹചര്യം വന്നു. എതിർവശത്ത് താമസിക്കുന്ന എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ എന്താണെങ്കിലും അയൽവാസികളായ പലരെ അത്തരത്തിൽ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ആ ജോത്സ്യങ്ങളോടൊപ്പം ഉണ്ടായാൽ ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി തന്നെ പ്രധാനപ്പെട്ട കാരണം ആ ജോത്സ്യം തന്നെയാണ്. എന്താണെങ്കിലും അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വേണം. മാത്രമല്ല ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇല്ല, അന്ധവിശ്വാസങ്ങൾ തന്നെ പറയേണ്ടി വരും. അതുപോലെയുള്ളത് ഇനിയും വെച്ചുറപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.